പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ആധുനിക കഥാകൃത്തും നോവലിസ്റ്റുമായ മന്നു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി എന്ന നോവലിലെ ആദ്യ ഭാഗമാണ്. ബാല്യകാലത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും പരിഗണനയും. അത് അവർക്ക് അങ്ങേയറ്റം സന്തോഷവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യും. മന്നു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ബണ്ടി എന്ന പിഞ്ചുബാലൻ. തൻ്റെ അമ്മയുടെ സ്നേഹവും ലാളനയും പരിഗണനയും എപ്പോഴും തനിക്കുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ബണ്ടിയുടെ മനോവിചാരങ്ങളാണ് ഈ നോവലിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇത് അതിരിക്ത വാചന വേണ്ടി തയ്യാറാക്കിയതാണ്. എന്ന് വെച്ചാൽ അധിക വായനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിലധികം വർക്കുകളില്ല. നമുക്ക് കഥ വായിച്ച് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ബണ്ടി എന്ന പിഞ്ചുബാലൻ്റെ മനോവിചാരങ്ങളെ ഹിന്ദിയിൽ എഴുതാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക എന്നതുകൂടിയാണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. മന്നു ഭണ്ഡാരിയുടെ ബണ്ടി എന്ന കഥ. मम्मी ड्रेसिंग टेबल के सामने बैठी तैयार हो रही है. അമ്മ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുമ്പിലിരുന്ന് തയ്യാറാവുകയായിരുന്നു. ബണ്ടി പീछे खड़ा चुपचाप देख रहा है. ബണ്ടി മിണ്ടാതെ പിന്നിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. मम्मी जब भी कॉलेज जाने के लिए तैयार हो जाती है. മമ്മി എപ്പോഴാണോ കോളേജിൽ പോകാൻ തയ്യാറാകുന്നത്, ബണ്ടി ബഡേ കൗതൂഹൽ സെ ദേഖ്താ ഹൈ. അപ്പോൾ പിഞ്ചുബാലനായ ബണ്ടി വളരെ കൗതുകത്തോടുകൂടി അത് നോക്കി നിൽക്കുന്നു. ജാൻ തോ വോ ആജ് തക് നഹീം പായ. ഇന്നേ വരെ അവൻ അറിയാൻ സാധിച്ചിട്ടില്ല. പർ ഉസെ ഹമേശാ ലഗ്താ ഹൈ. പക്ഷെ അവനെപ്പോഴും തോന്നുന്നു कि ഡ്രസ്സിംഗ് ടേബിൾ की इन रंग बिरंगी शीशियों में, ഡ്രസ്സിംഗിലെ ഈ കളർഫുള്ളായ കുപ്പികളിൽ, शीशियों കുപ്പികളിൽ, छोटी बड़ी डिब्बियों में, ചെറുതും വലുതുമായ ഡപ്പകളിൽ, जरूर कोई जादू है. തീർച്ചയായും ഏതോ മാന്ത്രികതയുണ്ട്, ജാലവിദ്യയുണ്ട്, മായാജാലമുണ്ട്. कि मम्मी इन सब को लगाने के बाद, അമ്മ ഇതെല്ലാം തേച്ചതിന് ശേഷം ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുമ്പിലെ ഈ ചായക്കൂട്ടുകളെല്ലാം തൻ്റെ മുഖത്ത് തേച്ചതിന് ശേഷം ഏകദം ബദൽ ജാതി ഹേ, തികച്ചും മാറിപ്പോകുന്നു എന്ന് അവന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ കാരണം മാത്രം അവൻ അറിയില്ല. ഇതെല്ലാം തേച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എന്തോ ജാലവിദ്യയാൽ അമ്മ തികച്ചും മാറിപ്പോകുന്നു എന്ന് അവന് മനസ്സിലാവുന്നത്. കം സേ കം ബണ്ടി കോ ഐസാ ഹി ലഗ്താ ഹേ. ചുരുങ്ങിയ പക്ഷം ബണ്ടിക്ക് ഇത്രയെങ്കിലും തോന്നുന്നു. ഉസ്കി മമ്മി അബ് ഉസ്കി നഹി രഹി. അവൻ്റെ അമ്മ ഇപ്പോൾ അവൻ്റെ അല്ല എന്ന് അവന് തോന്നുന്നു. കോയി ഓർ ഹോ ഗയി ഹേ. മറ്റാരോ ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവന് തോന്നുന്നു. പൂരി തരഹ് തയ്യാർ ഹോക്കർ, മുഴുവനായും തയ്യാറായി, ഹാത്ത് മേം പേഴ്സ് ലേക്കർ, കയ്യിലൊരു പേഴ്സും എടുത്ത്, മമ്മീനെ കഹ, അമ്മ പറഞ്ഞു, ദേഖോ ബേട്ടെ ധൂപ് മേം ബാഹർ നഹി നിക്കൽന. വെയിലത്ത് നീ പുറത്തിറങ്ങരുത്. ബാഹർ നഹി നിക്കൽന, പുറത്തിറങ്ങിപ്പോകരുത്. ഹാ ഫിർ ഫൂഫി കോ ആദേശ് ദിയാ. എന്നിട്ട് അമ്മ ഫൂഫിക്ക് നിർദ്ദേശം കൊടുത്തു. ആരാ ഫൂഫി? അച്ഛൻ്റെ സഹോദരിയെ പറയുന്ന പേരാണ് ഫൂഫി. എന്നിട്ട് ഫൂഫിക്ക് നിർദ്ദേശം കൊടുത്തു. എന്താ പറഞ്ഞത്? ബണ്ടി ജോ ഖായേ വഹി ബനാന. ബണ്ടി എന്താണോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നീ അതുണ്ടാക്കി കൊടുക്കണം. ഏകദം ബണ്ടി കി മർജി കാ ഖാന. തികച്ചും ബണ്ടിക്ക് ആഗ്രഹമുള്ളത് തന്നെ അവന് തിന്നാൻ കൊടുക്കണം. സംശയി, മനസ്സിലായില്ലേ എന്ന് ഫൂഫിക്ക് നിർദ്ദേശവും കൊടുത്ത് അമ്മ അവിടെ നിന്ന് പോകുന്നു. ചലനെ സെ പഹലെ
मम्मी ने उसका गाल थपथपाया. പോകുന്നതിന് മുമ്പ് അമ്മ അവൻ്റെ ഗാൽ കവിൾത്തടങ്ങളിൽ ധപധപായ പതുക്കെ തലോടി, വളരെയധികം സ്നേഹത്തോടുകൂടി. बालों में उंगलियां फंसाकर बड़े प्यार से बाल झंझोड़ दिए. बालों में उंगलियां फंसाकर അവൻ്റെ തലയിലെ തലമുടികളിൽ ഉംഗലിയാം ഫസാക്കർ തൻ്റെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ബഡേ പ്യാസെ വളരെ സ്നേഹത്തോടുകൂടി ബാൽ ഝിഞ്ചോട് ദിയെ തലമുടി ഒതുക്കി കൊടുത്തു. ഝിഞ്ചോടന എന്ന് വെച്ചാൽ ശരിക്ക് ശക്തിയായി ഉലയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് അവൻ്റെ മുടിയിഴകളിൽ അമ്മ തൻ്റെ വിരലുകൾ ഓടിച്ചു. पर बंडी जैसे बुत बना खड़ा रहा. പക്ഷേ പിഞ്ചുബാലനായ ആ ബണ്ടി, അതായത് അമ്മ അത്രയും സ്നേഹത്തോടുകൂടി തൻ്റെ മകൻ്റെ തലമുടി ഇഴകളിൽ വിരൽ ഓടിച്ചപ്പോഴും അവൻ എന്താണ് ചെയ്തത്? ബുത്ത് ജൈസെ, ഒരു പ്രതിമ പോലെ ബനാ ഖടാ രഹാ, നിൽക്കുകയാണ് ഉണ്ടായത്. കാരണം അവൻ്റെ മനസ്സിൽ ഈ ചായക്കൂട്ടുകൾ അമ്മയുടെ മുഖത്ത് തേച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ മറ്റാരോ ആയി മാറുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ഒരു തോന്നലാണ്, ഇത് തൻ്റെ അമ്മയല്ല, തൻ്റെ അമ്മയുടെ സ്നേഹമല്ല തനിക്ക് കിട്ടുന്നത്, അമ്മ മറ്റാരോ ആയിരിക്കുന്നു എന്ന ചിന്ത അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവൻ തികച്ചും ഒരു പ്രതിമ പോലെ നിന്നത്. ബാഹ് പക്കടുക്കർ ഝൂല നഹീം, തൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ഝൂല നഹീം, ആടിയില്ല. കിസി ചീസ് കി ഫർമായിഷ് നഹീം കി, ഏതെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി അവൻ ശുപാർശ ചെയ്തില്ല. അമ്മ വരുന്ന സമയത്ത് എനിക്കിത് കൊണ്ടുവരണം എന്ന ഒരു ആഗ്രഹം, ഇതൊന്നും അവൻ പ്രകടിപ്പിച്ചില്ല. ഫർമായിഷ് കർണ, നിർദ്ദേശിക്കുക, ഒരു നിർദ്ദേശവും അവൻ അമ്മയ്ക്ക് കൊടുത്തില്ല. മമ്മീനെ ഖീഞ്ച് കർ ഉസേ അപ്പനെ പാസ് സട്ടാലിയ, മമ്മി അവനെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി, തന്നോട് ഒരുമിച്ച് ചേർത്ത് നിർത്തി. पर एकदम चिपक कर भी बंडी को लगा जैसे मम्मी उससे बहुत दूर है. അമ്മ അവനെ ചേർത്ത് പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. ഇത്രയും ചേർന്ന് നിന്നപ്പോഴും, ഒട്ടിപ്പിടിച്ച് നിന്നിട്ടും, അതാണ് ചിപക്കർ, ഒട്ടിപ്പിടിച്ച് അമ്മയോട് ചേർന്ന് നിന്നിട്ടും ബണ്ടി കോലക, ബണ്ടിക്ക് എന്താണ് തോന്നിയത്? ജൈസെ മമ്മി ബഹുത്ത് ദൂർ ഹേ, തന്നിൽ നിന്ന് അമ്മ എത്രയോ ദൂരെയാണ് എന്നാണ് അവൻ്റെ മനസ്സിൽ തോന്നിയത്. और फिर वे सचमुच ही दूर हो गई, എന്നിട്ട് ആ അമ്മ ശരിക്കും ദൂരേക്ക് പോയി. उसकी चप्पल की घट घट जब बरामदे की सीढ़ियों पर पहुंची, അമ്മയുടെ ചെരുപ്പിൻ്റെ ശബ്ദം, ഘട്ട് ഘട്ട്, ചെരുപ്പിൻ്റെ ശബ്ദം, ജബ് ബരാമദേക്ക് സീഡിയോ പർ പഹുഞ്ചി, വരാന്തയിലെ സ്റ്റെപ്പ് വരെ അമ്മയുടെ ചെരുപ്പിൻ്റെ ശബ്ദം എത്തിയപ്പോൾ ബണ്ടി എന്തു ചെയ്തു? കമരേക്ക് ദർവാസെ പറാക്കർ, തൻ്റെ റൂമിൻ്റെ വാതിൽ വരെ എത്തി നിന്നു. और मम्मी जब फाटक खोलकर, മമ്മി എപ്പോഴാണോ തൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് സടക്ക് പാർ കർക്കെ, റോഡ് മുറിച്ച് കടന്ന് ഘർ കെ ഠീക്ക് സാമനെ ബനെ കോളേജ് മേ ഘുസി, വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെയുള്ള ആ കോളേജിലേക്ക് എപ്പോഴാണോ പ്രവേശിച്ചത്? तो बंडी अपने घर के फाटक पर खड़ा हो गया, ബണ്ടി തൻ്റെ വീടിൻ്റെ ഗേറ്റ് വരെ വന്ന് അവിടെ നിൽക്കും. സിർഫ് ദൂർ ജാത്തി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ, തികച്ചും ദൂരേക്ക് പോകുന്ന തൻ്റെ അമ്മയെ കാണുന്നതിന് വേണ്ടി മാത്രം. वो जानता है मम्मी अब पीछे मुड़कर नहीं देखेंगी, അവനറിയാം അമ്മ പിന്തിരിഞ്ഞു നോക്കില്ല എന്ന്. പീछे മുടുക്കർ ദേഖന, പിന്തിരിഞ്ഞു നോക്കുക, തൻ്റെ അമ്മ പിന്തിരിഞ്ഞു നോക്കില്ല എന്ന് അവനറിയാം. നപേ തുലേ കദം രഖ്തി ഹുയി, നപേ തുലേ കദം, അളന്നു മുറിച്ച ചുവടുകൾ വെച്ചുകൊണ്ട്, സീധി ചൽത്തി ചലി ജായെങ്കി,
നേരെ അമ്മ പോകും. അത് അവനറിയാം. ജൈസെ ഹി അപ്പനെ കമരേ കെ സാമനെ പഹുഞ്ചെങ്കിൽ, മമ്മി എപ്പോഴാണോ തൻ്റെ ഓഫീസിൽ തൻ്റെ റൂമിനടുത്ത് എത്തുന്നത്, ചപ്പരാസി സലാം ഠോക്താ ഹുവ, ചപ്പരാസി പ്യൂൺ സലാം ഠോക്താ ഹുവ, സലാം പറഞ്ഞുകൊണ്ട് ദൗഡേക അല്ലെങ്കിൽ ദൗഡായേക, ഓടി വരും അമ്മയോട് സലാം പറയുന്നതിന് വേണ്ടി. ഔർ ചിക്ക് ഉഠായേക, ചിക്ക് എന്ന് വെച്ചാൽ ബാംബു കർട്ടൻ, മുള കൊണ്ട് നിർമ്മിച്ച കർട്ടൻ, ആ കർട്ടൻ ഒന്ന് പൊക്കിക്കൊടുക്കും അമ്മയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി. മമ്മി അന്തർ ഘുസെങ്കി, അമ്മ അകത്തേക്ക് പ്രവേശിക്കും. ഔർ ഏക് ബഡീ സി മേസ് കെ പീछे രഖി, ഒരു വലിയ മേശയുടെ പിന്നിൽ വെച്ച കുർസി പർ ബൈഠ് ജായെങ്കി, ആ കസേരയിൽ ഇരിക്കും. മേസ് പർ ഢേർ സാരി ചിട്ടിയാം ഹോഗി, ആ മേശപ്പുറത്ത് ഢേർ സാരി ചിട്ടിയാം, ചിട്ടി കത്ത്, ഢേർ സാരി ധാരാളം ചിട്ടികൾ ഉണ്ടാവും, ധാരാളം കത്തുകൾ ഉണ്ടാവും. ഫയലേം ഹോഗി, ധാരാളം ഫയലുകൾ ഉണ്ടാവും. ഉസ് സമയത്തൊക്കെ മമ്മി എക്ദം ബദൽ ചുക്കി ഹോങ്കി, അപ്പോഴേക്കും മമ്മി തികച്ചും മാറിയിട്ടുണ്ടാകും. ബദൽ ജാന, മാറുക. ഇതേവരെ തൻ്റെ അമ്മ എന്ന സങ്കല്പത്തിൽ നിന്നും മാറി ഓഫീസിൽ എത്തുന്നതോടുകൂടി അമ്മ തികച്ചും മാറിയിട്ടുണ്ടാകും. അതാണ് എക്ദം ബദൽ ചുക്കി ഹോങ്കി, തികച്ചും മാറിയിട്ടുണ്ടാകും. कम से कम बंडी को उस कुर्सी पर बैठी मम्मी कभी अच्छी नहीं लगी. ബണ്ടിക്ക് ആ കസേരയിൽ ഇരിക്കുന്ന മമ്മിയെ കഭി അച്ചി നഹി ലഗി, ഒരിക്കലും നന്നായി തോന്നിയിരുന്നില്ല. തൻ്റെ അമ്മയല്ല അത് എന്നൊരു ചിന്തയാണ്, ആ ഒരു രീതിയിലാണ് അവൻ്റെ മാനസിക ചിന്ത വന്നിരുന്നത്. पहले जब कभी उसकी छुट्टी होती, പണ്ടെല്ലാം മുമ്പൊക്കെ എപ്പോഴൊക്കെയാണോ അവൻ ഒഴിവുണ്ടാകുന്നത്, സ്കൂളിൽ അവൻ എപ്പോഴാണോ ലീവ് ഉണ്ടാകുന്നത്, മമ്മിക്കോ നെഹിം ഹോത്തി, അമ്മയ്ക്ക് ലീവ് ഇല്ലാത്ത സമയത്ത്, മകന് ലീവ് ഉള്ള സമയത്ത്, മമ്മി ഉസേ ഭി അപ്പനെ സാത്ത് കോളേജ് ലേ ജായ കർത്തി थी, അമ്മ അവനെയും ലേ ജായ കർത്തി थी, കൊണ്ടുപോകുമായിരുന്നു. എവിടേക്ക്? അമ്മയുടെ കോളേജിലേക്ക്. ചപ്പരാസി ഉസേ ദേഖ്തേ ഹി ഗോദ് മേ മുഠാനെ ലഗ്താ, പ്യൂൺ അവനെ കാണുമ്പോഴേക്കും മടിയിലിരുത്തും. വോ ഹാത്ത് ഝപട് ദേത്താ, അവൻ ആ കൈ തട്ടി മാറ്റും. ഝപട് ദേന, തട്ടി മാറ്റുക. മമ്മി കെ കമരേ കെ ഏക് കോനെ മേം, അമ്മയുടെ മുറിയിൽ ഏക് കോനെ മേം, ഒരറ്റത്ത് ഒരു മൂലയിൽ, ഉസ്കെ ലിയേ ഏക് ഛോട്ടി സി മേസ് കുർസി ലഗ്വാ ദി ജാതി, ഇവന് വേണ്ടി, ബണ്ടിക്ക് വേണ്ടി ഒരു ചെറിയ കസേരയും ഒരു ചെറിയ മേശയും തയ്യാറാക്കി വെക്കും. ജിസ് പർ ബൈഠ് കർ വോ ഡ്രോയിങ് ബനായ കർത്ത, അവിടെ ഇരുന്ന് അവൻ ഡ്രോയിങ് ചെയ്യും, ചിത്രം വരയ്ക്കും. കമരേ മേം കോയി ഭി ഘുസ്താ തോ, ആ മുറിയിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുമ്പോൾ, ഏക് ബാർ ഹസി ലപേട്ട് കർ, ഒരു തവണ പുഞ്ചിരിച്ചുകൊണ്ട്, ആംഖോം ഹി ആംഖോമേം, പരസ്പരം കണ്ണോട് കൺ ചേർന്ന്, ജരൂർ തീർച്ചയായും, ഉസേ ദുൽരാ ദേത്ത, അവനെ ഒന്ന് ലാളിക്കുമായിരുന്നു. പ്രവേശിക്കുന്ന സമയത്ത് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അവനെ ഒന്ന് ലാളിക്കുമായിരുന്നു ആ റൂമിലേക്ക് ആര് വരുമ്പോഴും. തബോ മമ്മി കി ഓർ ദേഖ്താ, അപ്പോൾ അവൻ അമ്മയുടെ നേരെ ഒന്ന് നോക്കും. पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाया करता है. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് മമ്മി കാ ചെഹര, അമ്മയുടെ മുഖം, അജീബ് തരഹ് സെ, വിചിത്രമായ രീതിയിൽ, സഖ്ത് ഹോ ജായ കർത്താ ഹേ, സ്ട്രോങ് ആയി മാറുന്നു എന്ന് അവന് അനുഭവപ്പെടുന്നു. ലഗ്താ ഹേ മാനോ അപ്പനെ അസലി ചെഹരെ പർ
कोई दूसरा चेहरा लगा लिया हो, मानो अपने असली चेहरे पर തൻ്റെ യഥാർത്ഥ മുഖത്ത് कोई दूसरा चेहरा लगा लिया हो, മറ്റേതോ ഒരു മുഖം വെച്ചിരിക്കുന്ന പോലെ അവന് തോന്നിയിരുന്നു. തൻ്റെ അമ്മയുടെ മുഖം, ആ മുഖഭാവങ്ങൾ അവനറിയാം. പക്ഷേ ഇവിടെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ആ അമ്മയുടെ മുഖഭാവം തൻ്റെ അമ്മയുടെ മുഖഭാവമല്ല, മറിച്ച് മറ്റൊരു മുഖം അമ്മ മുഖത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു, ചേർത്തൊട്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് അവന് തോന്നുന്നു. മമ്മി കെ പാസ് ജറൂർ ഏക് ഓർ ചെഹറ ഹേ, തൻ്റെ അമ്മയ്ക്ക് തീർച്ചയായും ഏക് ഓർ ചെഹറ ഹേ, മറ്റൊരു മുഖം കൂടിയുണ്ട്. ചെഹറ ഹി നഹിം ആവാസ് ഭി കൈസി സഖ്ത് ഹോ ജാത്തി ഹേ, മുഖം മാത്രമല്ല ആ ശബ്ദവും എന്തുമാത്രം സ്ട്രോങ് ആയി മാറുന്നു, ദൃഢമായി മാറുന്നു. ബോൽത്തി ഹേ തോ ലഗ്താ ഹേ ജൈസെ ഡാണ്ട് രഹി ഹോ, അമ്മ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. എങ്ങനെ? ജൈസെ ഡാണ്ട് രഹി ഹോ, അമ്മ ശകാരിക്കുകയാണോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അമ്മയുടെ ശബ്ദത്തിന് പോലും ആ ഒരു ഗാംഭീര്യമുണ്ട്. ബണ്ടി കോ മമ്മി ബഹുത്ത് ഹി കം ഡാൻതി ഹേ, തന്നെ അമ്മ ഒരിക്കലും ശകാരിക്കാറില്ല, വളരെ ചുരുക്കത്തിലേ അമ്മ തന്നെ ശകാരിക്കാറുള്ളൂ. ബസ് പ്യാർ കർത്തി ഹേ, തികച്ചും തന്നെ സ്നേഹിക്കുന്നു. ഇസ്ലിയെ യോം സഖ്ത് ചെഹറ ഡാൻഡതി, അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയി, ദൃഢമായി, വളരെ ഗാംഭീര്യത്തോടു കൂടി ആ മുഖത്ത് നിന്ന് എപ്പോഴാണോ ശകാരം ഉണ്ടാകുന്നത്, പ്രിൻസിപ്പൽ കി കുർസി പർ ബൈഠി മമ്മി, പ്രിൻസിപ്പലിൻ്റെ കസേരയിലിരിക്കുന്ന ആ അമ്മ, ഉസെ കഭി അച്ചി നഹി ലഗ്തി, കസേരയിലിരിക്കുന്ന ആ അമ്മയെ ഒരിക്കലും അവന് ഇഷ്ടപ്പെടാൻ സാധിച്ചിരുന്നില്ല. വഹാ ഉസ്കെ ഔർ മമ്മി കെ ബീച്ച് മേ ബഹുത്ത് സാരി ചീസേ മാ ജാത്തി ഹേ, അവിടെ തൻ്റെയും അമ്മയുടെയും ഇടയിൽ ബഹുത്ത് സാരി ചീസേ മാ ജാത്തി ഹേ, വളരെയധികം സാധനങ്ങളാണ്, അല്ലെങ്കിൽ വളരെയധികം വ്യത്യസ്ത അനുഭവങ്ങളാണ് എത്തിച്ചേരുന്നത്. മമ്മി കാ നക്കലി ചെഹര, അമ്മയുടെ നക്കലി ചെഹര, ഡ്യൂപ്ലിക്കേറ്റ് മുഖം, യഥാർത്ഥ മുഖമല്ല. നക്കലി, ഡ്യൂപ്ലിക്കേറ്റ്, അമ്മയുടെ ഡ്യൂപ്ലിക്കേറ്റ് മുഖം. കോളേജ്, കോളേജ് കി ബഡി സി ബിൽഡിംഗ്, കോളേജ്, അതുപോലെ തന്നെ കോളേജിലെ വലിയ ബിൽഡിങ്ങുകൾ. കോളേജ് കി ഢേർ സാരി ലടുക്കിയാം, ആ കോളേജിലെ ധാരാളം പെൺകുട്ടികൾ. ഢേർ സാരി, നമ്മൾ 2-3 പ്രാവശ്യമായി ഢേർ സാരി എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അർത്ഥം ഒന്നും കൂടി പറയാം, ധാരാളം. ഢേർ സാരി ലടുക്കിയാം, ആ കോളേജിലെ ധാരാളം പെൺകുട്ടികൾ. കോളേജ് കെ ഢേർ സാരി കാം, കോളേജിലെ ധാരാളം ജോലികൾ. ധോടി ധോടി ദർമേം ബജനെ വാലെ ഖണ്ഡേ, ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന മണി, കോളേജിലെ ബെല്ല്. ഘണ്ട ബജനെ പർ ഹോനെ വാലി ഹൽചൽ, മണി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹളം. ഇൻ സബ് കെ ഏക് സിരെ പർ വോ രഹതാ ഹേ, ഇതിനെല്ലാം ഇടയിലായി ഒരറ്റത്ത് ബണ്ടിയിരിക്കുന്നു, ചുപ്ചാപ്പ്, ഒന്നും മിണ്ടാതെ. സഹ്മാസ, പരിഭ്രമിച്ചവനെ പോലെ. ഔർ ദൂസരെ പർ മമ്മി രഹതി ഹേ, മറ്റൊരു കസേരയിൽ അമ്മയും ഇരിക്കുന്നു. കിസിക്കോ ആദേശ് ദേത്തി ഹുയി, മറ്റുള്ളവർക്ക് ഓർഡർ നൽകിക്കൊണ്ട്, മറ്റുള്ളവരെ കൽപ്പിച്ചുകൊണ്ട് ഒരറ്റത്ത് അമ്മയിരിക്കുന്നു. കിസി കെ സാത്ത് സലാഹ് മശ്വര കർത്തി ഹുയി, മറ്റുള്ളവർക്ക് ആദേശങ്ങൾ നൽകിക്കൊണ്ട്, നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്. കിസിക്കോ ഡാൻഡത്തി ഹുയി, മറ്റുള്ളവരെ ശകാരിച്ചുകൊണ്ട്. ഔർ ഇസ്ലിയെ ഉസ്നെ കോളേജ് ജാന ഛോട് ദിയ, അതുകൊണ്ട് തന്നെ ബണ്ടി തൻ്റെ അമ്മയുടെ കൂടെ ആ കോളേജിലേക്ക് പോകുന്നത് അവസാനിപ്പിച്ചു, ഉപേക്ഷിച്ചു. ഘർ മേ ചാഹേ വോ അകേലാ രഹേ, വീട്ടിൽ
അവൻ ഒറ്റയ്ക്കായിരിക്കാം. പർ വഹാൻ നഹീം ജാത്ത, എങ്കിലും അവിടേക്ക് പോയിരുന്നില്ല. തൻ്റെ അമ്മയുടെ കൂടെ കോളേജിലേക്ക് അവൻ പോയിരുന്നില്ല. വഹാ കിസ്കെ പാസ് ജായേ, അവിടെ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? മമ്മി തോ വഹാം രഹത്തി നഹീം, അമ്മ അവിടെ ഇല്ലല്ലോ, തൻ്റെ അമ്മയല്ലല്ലോ അവിടെയുള്ളത്. രഹത്തി ഹേ ബസ് ഏക് പ്രിൻസിപ്പൽ, അവിടെയുണ്ട് വെറും ഒരു പ്രിൻസിപ്പൽ. ജിൻകെ ചാരോ മോർ ബഹുത്ത് സാരേ കാം, ആ പ്രിൻസിപ്പാളിന് ചുറ്റുമായി ധാരാളം പണികൾ. ബഹുത്ത് സാരേ ലോക് രഹത്തെ ഹേ, ധാരാളം ജനങ്ങളുണ്ട് അവിടെ, ധാരാളം പണിക്കാരുണ്ട് അവിടെ. നഹീ രഹത്താ ഹേ തോ കേവൽ ബണ്ടി, അവിടെ ഇല്ലാത്തത് ബണ്ടി മാത്രമാണ്. ഇതാണ് ഈ കഥയിലെ ആശയം. മന്നു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി എന്ന നോവലിലെ ആദ്യ ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോവൽ വീണ്ടും തുടരുകയാണ്. പക്ഷെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഇത്രയേ ഉള്ളൂ. സാധിക്കുമെങ്കിൽ ബാക്കി ഭാഗം നിങ്ങൾ വലുതാകുമ്പോൾ വായിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിലെ ഒരു വർക്ക് നോക്കാം. वहाँ उसके और मम्मी के बीच में बहुत सारी चीज़ें आ जाती हैं. അവിടെ അവനും അമ്മയ്ക്കുമിടയിൽ ധാരാളം കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. वो बंडी को अपनी दुनिया नहीं थी, അവിടെ ബണ്ടിയുടെ ലോകമായിരുന്നില്ല. इस हालत में बंडी के विचार क्या क्या हो सकते हैं लिखें. ഈ അവസരത്തിൽ, ഈ ഒരവസ്ഥയിൽ ബണ്ടിയുടെ ചിന്തകൾ എന്തെല്ലാമായിരിക്കും എന്നാണ് നമുക്ക് എഴുതേണ്ടത്. प्रिंसिपल की कुर्सी पर बैठी मम्मी बंडी को अपनी मम्मी नहीं लगती. वहाँ मम्मी और उसके बीच मम्मी का नकली चेहरा, कॉलेज की बड़ी सी बिल्डिंग, कॉलेज की लड़कियाँ, वहाँ के ढेर सारे काम और हलचल आते हैं. वहाँ बैठकर मम्मी दूसरों को आदेश देती है और डांटती है. उस समय मम्मी बंडी को प्यार नहीं करती. उसे प्यार करने वाली मम्मी बंडी को अच्छी लगती है. मम्मी का प्यार और उनकी प्यार भरी बातें सब बंडी के मन में हैं. लेकिन प्रिंसिपल की कुर्सी पर बैठती मम्मी का सख्त चेहरा और सख्त आवाज़ बंडी को पसंद नहीं है. इनी നമുക്കൊരു ഡയറി എഴുതാം. एक दिन बंडी मम्मी के साथ कॉलेज जाता है. उस दिन की याद में वो डायरी लिखता है. वो कैसे होगा? ഒരു ദിവസം ബണ്ടി അമ്മയുടെ കൂടെ കോളേജിലേക്ക് പോകുന്നു. ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ അവനൊരു ഡയറി എഴുതുന്നു. അതെങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് എഴുതേണ്ടത്. आज का दिन मुझे अच्छा नहीं लगता. मैं बड़ी खुशी से मम्मी के साथ कॉलेज गया. कॉलेज जाने के पहले मम्मी मुझे बहुत प्यार करती थी. लेकिन वहाँ पहुँचने पर नपे तुले कदम देती हुई माँ चली जाती है. चपरासी लोग सलाम करते हैं. मम्मी के मेज़ पर ढेर सारी किताबें, फाइलें और चिट्ठियाँ थीं. वहाँ मम्मी मुझे एक कोने में बिठाती है. मैं अकेले चित्र खींचता समय बिताता हूँ. वहाँ मम्मी दूसरों को सलाह देती है, डांटती है. वहाँ सहमा सा मैं बैठता हूँ. आगे मैं अपनी मम्मी के साथ कॉलेज नहीं जाऊँगा क्योंकि वहाँ मेरी मम्मी नहीं है.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.